ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അക്ഷയ തൃതീയയെ പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്രത്തോളം സീരിയസ് ആയിട്ട് അത് എടുത്തു എന്നറിയത്തില്ല. ഞാൻ മുന്നിട്ട വീഡിയോയിൽ പറഞ്ഞു ഈ ആഴ്ച നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അപ്പോൾ അതിൽ നിന്നൊരു നമുക്കൊരു എന്താ പറയുക, ഒന്ന് സ്റ്റേബിളായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യത്തിൽ ഈ അക്ഷയ തൃതീയയുടെ പ്രാധാന്യവുമുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിലേക്ക് ഹീലിംഗ് എനർജി സ്പ്രെഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അന്നേ ദിവസം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള അർഹതപ്പെട്ട വ്യക്തികൾക്ക് ആഹാര വസ്തുക്കളായിട്ടോ വസ്ത്രമായിട്ടോ കാശായിട്ടോ ദാനം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആഹാരം കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യം. പിന്നെ വസ്ത്രം നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഒരു ജോലിയെങ്കിലും അത് അർഹതപ്പെട്ട വ്യക്തികൾക്കായിരിക്കണം. അതില്ലാതെ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് തന്നെ നിങ്ങൾ കൊടുക്കണം. പിന്നെ കാശായിട്ട് സഹായിക്കുക. ഇപ്പോൾ കാശായിട്ടൊരു വലിയ എമൗണ്ടൊന്നും കൊടുക്കാനില്ലെങ്കിൽ ഇപ്പോൾ ഭിക്ഷയ്ക്ക് ഇരിക്കുന്നവർക്കോ മറ്റോ നിങ്ങളുടെ കയ്യിലുള്ളൊരു എമൗണ്ട് കൊടുക്കുക. പിശുക്ക് വിചാരിക്കരുത്. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക, സഹായിക്കുക. അപ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും കർമ്മദോഷങ്ങളോ പാപദോഷങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇതിലൂടെ അകന്നു പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു വീക്കിലെ സ്ട്രഗിൾസിൽ നിന്നും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ട് അല്ലേ. നമ്മൾ ഇല്ലാത്തൊരു വ്യക്തിക്ക് ഇപ്പം ആഹാരം കിട്ടാതെ വിശന്നിരിക്കുന്നൊരു വ്യക്തിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നു. ഒരു വസ്ത്രമില്ലാതെ മുഷിഞ്ഞ് നടക്കുന്നൊരു വ്യക്തിക്ക് ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു. അതുപോലെ ഒരു കാശിനായിട്ട് നമ്മുടെ മുന്നിൽ കൈനീട്ടുന്നൊരു വ്യക്തിക്ക് നമ്മളെ കയ്യിലുള്ളൊരു കാശ് നമ്മൾ അത്രയും മനസ്സ് നിറഞ്ഞ് നമ്മളെ കയ്യിൽ എത്രയേ ഉള്ളൂ ഭഗവാനെ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ കിട്ടുന്നൊരനുഗ്രഹം നമ്മൾ എത്ര വലിയൊരു പ്രശ്നം നമുക്ക് വന്നാലും അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളെ കാത്തുരക്ഷിക്കാൻ ആ ഒരു അനുഗ്രഹത്തിന് സാധിക്കും. എന്ത് വലിയ ദോഷങ്ങൾ നമുക്കുണ്ടെങ്കിലും അതിപ്പോൾ അക്ഷയ തൃതീയ ആയതുകൊണ്ട് മാത്രം ചെയ്യണമെന്നല്ല. അക്ഷയ തൃതീയയുടെ അന്ന് ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ്. അതുപോലെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വരുമാന മാർഗത്തിൻ്റെ ഇപ്പോൾ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടായിരിക്കുമല്ലോ. വരുമാനമുള്ളവർക്ക് ആ വരുമാനത്തിന് ഒരു 10% ഇതുപോലെ ദാനധർമാദികൾക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ തലമുറകളോളം അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക.